x plus 5 the whole divided by 6 equal to x plus 2 the whole divided by 9. ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 6ഉം എക്സ് പ്ലസ് 2 ആയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ആൻസർ കിട്ടും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ 9ഉം എക്സ് പ്ലസ് 5 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറിന് ഈക്വൽ ആയിരിക്കും. അതായത് 6 into x plus 2 is equal to 9 into x plus 5. 6 into x plus 2 is equal to 9 into x plus 5. അപ്പോ 6 into x എന്താണ്? 6x ആണ്. പ്ലസ് 6 into 2 എത്രയാണ്? 12 ആണ്. is equal to 9 into x 9x പ്ലസ് 9 into 5 45. ഇനി ഇവിടെ വേരിയബിൾസ് ഉള്ള ടേംസ് ഒരു സൈഡിലേക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേംസ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ മൂവ് ചെയ്യാണ്. അപ്പോൾ 9x ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ 6x 9x എന്തായിട്ട് മാറും? മൈനസ് 9x ആവും. മൈനസ് 9x ഇസ് ഈക്വൽ ടു 12 ഇങ്ങോട്ട് മൂവ് ചെയ്യുവാണ് റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ പ്ലസ് 12 എന്തായിട്ട് മാറും? മൈനസ് 12 ആവും. അപ്പോൾ 45 മൈനസ് 12. അപ്പോൾ 6x മൈനസ് 9x എന്താണ്? മൈനസ് 3x ആണ്. ഇസ് ഈക്വൽ ടു 45 മൈനസ് 12 33 ആണ്. അപ്പൊ മൈനസ് 3x ഇസ് ഈക്വൽ ടു 33 ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്, അതായത് പോസിറ്റീവ് എക്സിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇതിനെ ത്രൂ ഔട്ട് ഞാൻ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ആണ്, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡും. അപ്പോൾ മൈനസ് 3x പ്ലസ് 3x ആവും. 33 മൈനസ് 33 ആവും. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 33/3 ഈക്വൽ ടു മൈനസ് 11 നമുക്ക് ആൻസർ കിട്ടും. എക്സ് പ്ലസ് 10 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എക്സ് പ്ലസ് 8 ഡിവൈഡഡ് ബൈ 2. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം.